ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, നമ്മളുടെ ഈ പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന പുന്നത്ര മാർ ദിവന്നാസ്യോസ് തിരുമേനിയുടെ ഓർമ്മ, അതിൻ്റെ 200-ാം വാർഷികമാണ്, ശതാബ്ദിയാണ് നാം ആചരിക്കുന്നത്. പരിശുദ്ധനായ പുന്നത്ര മാർ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത വളരെ പ്രശ്നകലുഷിതമായിരുന്ന ഒരു അന്തരീക്ഷത്തിൽ മലങ്കര സഭയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് വന്നയാളാണ്. അദ്ദേഹം മെത്രാപ്പൊലീത്ത ആയിരിക്കുമ്പോൾ മാത്രമല്ല, അതിനു മുമ്പ് തന്നെ അദ്ദേഹം മലങ്കര സഭയുടെ നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുൻഗാമികളായിരുന്ന പിതാക്കന്മാരോട് ഒന്നിച്ച് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിച്ചു. 1777 അദ്ദേഹം ജനിക്കുന്നത്. പുന്നത്ര കുടുംബത്തിൽ കോട്ടയം ചെറിയ പള്ളി ഇടവക അംഗമായിരുന്നു. വളരെ ശ്രേഷ്ഠമായ ഉന്നത കുലജാതനായ ഒരു പിതാവെന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയാം. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും സംസാരത്തിലും ആ ശ്രേഷ്ഠത, ആ കുലീനത, ആ തറവാടുത്വം കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു മെത്രാപ്പൊലീത്തയായിരുന്നു പുന്നത്ര മാർ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത. 1796 മലങ്കര മെത്രാപ്പൊലീത്തയായിരുന്ന വലിയ മാർ ദിവന്നാസ്യോസിൽ നിന്ന് ചെറിയ പള്ളിക്ക് വേണ്ടി 1796 വലിയ മാർ ദിവന്നാസ്യോസിൽ നിന്ന് അദ്ദേഹം ചെറിയ പള്ളിക്ക് വേണ്ടി വികാരിയായി വൈദിക സ്ഥാനം പ്രാപിക്കുന്നു. 19-ാമത്തെ വയസ്സിലാണ്. 19-ാമത്തെ വയസ്സിൽ വൈദിക പട്ടം സ്വീകരിച്ചു. അദ്ദേഹം ഇവിടെ ഇടവക വികാരിയായിട്ട് സേവനമനുഷ്ഠിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം ഇവിടെ ഇടവക വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്ന സമയത്താണ് ഈ തെക്കുവശത്തെ ഭൂമുഖം പണിയുന്നത്. അദ്ദേഹത്തിന്റെ താല്പര്യവും ഇടവകക്കാരുടെ സഹകരണവും ഉണ്ടായിരുന്നു. അത് ഭൂമുഖം നിർമ്മിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് 1816 മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നു. അത് കഴിഞ്ഞ് മലങ്കര മെത്രാപ്പൊലീത്തയായി ഈ ഇടവകയിൽ താമസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹം ഇവിടെ താമസിക്കുകയും പഴയ സെമിനാരിൽ താമസിക്കുകയും ചെയ്തു. ഇങ്ങനെ രണ്ടിടത്തും താമസിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിന് താമസിക്കാനായിട്ട് പ്രത്യേക സൗകര്യമായിട്ട് ഇവിടെ ഒരു മാളിക മുറി, മണിമാളിക പണിതെന്ന് പറയുന്നു. ആ മണിമാളികയിൽ അദ്ദേഹം താമസിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 1825 അദ്ദേഹം നിര്യാതനായി കോട്ടയം ചെറിയ പള്ളിയിൽ അദ്ദേഹത്തെ കബറടക്കുകയും ചെയ്തു. ഈ പുന്നത്ര മാർ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്തയെ കുറിച്ച് 3 കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, അദ്ദേഹം മെത്രാപ്പൊലീത്ത സ്ഥാനം ഏൽക്കുന്നതായ സാഹചര്യം. അതുവരെ മെത്രാപ്പൊലീത്തന്മാര് സഭയിൽ ഉണ്ടായിരുന്നു. മാർത്തോമ 1-ാമൻ, 2-ാമൻ, 3-ാമൻ, 4-ാമൻ, 5-ാമൻ, 6-ാമൻ മുതൽ 8-ാമൻ വരെയുള്ള മെത്രാപ്പൊലീത്തന്മാരും ഇവരെല്ലാവരും പകലോമറ്റം കുടുംബത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അതിന് വെളിയിലുള്ള ഒരാൾ മെത്രാപ്പൊലീത്ത ആകുക എന്നുള്ളത് ആ സമയത്ത് അല്പം പ്രയാസമുള്ള കാര്യമായിരുന്നു. കാരണം ഒരു കുടുംബ വാഴ്ചയാണ് നിലനിന്നിരുന്നത്. 1600 വർഷത്തോളം മലങ്കര സഭയിലെ മഹാപുരോഹിത സ്ഥാനം AD 345 മുതൽ ഈ 1818 വരെയുള്ളതായ ഒരു കാലഘട്ടത്തിൽ ഏകദേശം 1600ഓളം വർഷക്കാലം ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകളായിരുന്നു മലങ്കര മെത്രാപ്പൊലീത്തമാരായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം അതിനൊരു മാറ്റമുണ്ടാകുന്നത് പഴയ സെമിനാരി സ്ഥാപകനായ പുലിക്കോട്ടിൽ മാർ ദിവന്നാസ്യോസിന്റെ സമയത്താണ്. 1815 അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ് അത് കഴിയുമ്പോഴാണ് പുന്നത്ര ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത മലങ്കര മെത്രാപ്പൊലീത്തയായി സ്ഥാനമേൽക്കുന്നത്. ഈ സാഹചര്യത്തെക്കുറിച്ചാണ് ഒന്നാമത് എനിക്ക് പറയുവാനായിട്ടുള്ളത്. രണ്ടാമത് എനിക്ക് പറയുവാനായിട്ടുള്ളത്, 1800 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി. ആ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായപ്പോൾ CMS മിഷണറിമാരും ആംഗ്ലിക്കൻ മിഷണറിമാരും മലങ്കര സഭയിൽ കേരളത്തിൽ വന്ന് പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ പ്രവർത്തിക്കുന്ന അവസരത്തിൽ മലങ്കര സഭയുമായിട്ട് ആംഗ്ലിക്കൻ മിഷണറിമാര് നല്ല സഹകരണത്തിൽ വന്നു. പുന്നത്ര ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്തയുമായിട്ടും മിഷണറിമാർക്ക് നല്ല സഹകരണം ഉണ്ടായിരുന്നു. അദ്ദേഹവും മിഷണറിമാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം പുന്നത്ര ദിവന്നാസ്യോസ് സെമിനാരി മാനേജരായി ജോസഫ് ഫെൻ എന്ന് പറയുന്ന ഒരു മിഷണറി പുരോഹിതൻ
അദ്ദേഹം സെമിനാരി പ്രിൻസിപ്പാളായി അങ്ങനെ ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ പ്രവർത്തിച്ച കാലഘട്ടത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ കാലത്ത് മാവേലിക്കരയിൽ ഒരു സുന്നതദോസ് കൂടി 1818 CMS മിഷണറിമാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടിയും പരാമർശിക്കാൻ വേണ്ടിയുമാണ് ആ സുന്നതദോസ് നടക്കുന്നത്. രണ്ടാമത് എനിക്ക് പറയുവാനായിട്ടുള്ളത് ആ CMS മിഷണറിമാരുമായി പുന്നത്ര ദിവന്നാസ്യോസിനുള്ള സഹകരണം. ഒന്നാമത് അദ്ദേഹം മെത്രാൻ സ്ഥാനത്തേക്ക് വരുന്നത് അതിനുള്ളതായ സാഹചര്യം. രണ്ടാമത് അദ്ദേഹവും മിഷണറിമാരുമായുള്ള സഹകരണവും വേർപിരിയലും. ഈ രണ്ട് സംഗതിയും നടക്കുന്നുണ്ട്. മൂന്നാമത് പുന്നത്ര ദിവന്നാസ്യോസ് മലങ്കര മെത്രാപ്പൊലീത്ത ആയിരിക്കുമ്പോൾ, സമുദായത്തിന്റെ പ്രധാന മേലധ്യക്ഷനായിരിക്കുമ്പോൾ വളരെ കുറച്ചു കാലമേ അദ്ദേഹം ജീവിച്ചുള്ളൂ. 48 വയസ്സാകുമ്പോൾ അദ്ദേഹം നിര്യാതനാകും. ആ ഒരു കാലഘട്ടത്തിൽ 1817 മുതൽ 1825 വരെയുള്ളതായ കാലം 7-8 വർഷം മാത്രമേ അദ്ദേഹം മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്കുള്ളൂ. ആ കാലഘട്ടത്തിൽ മലങ്കര സഭയ്ക്കുണ്ടായതായ നേട്ടങ്ങൾ, കുറേയധികം നേട്ടങ്ങൾ മലങ്കര സഭയ്ക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായി. ആ നേട്ടങ്ങളെ കുറിച്ചും എനിക്ക് പറയുവാനായിട്ടുണ്ട്. ഒന്നാമത്, അദ്ദേഹം മെത്രാപ്പൊലീത്ത സ്ഥാനമാകുന്ന ഏറ്റെടുക്കുന്നതായ സാഹചര്യം. പുന്നത്ര മാർ ദിവന്നാസ്യോസ് പതിലോമറ്റം കുടുംബത്തിൽപ്പെട്ട ആളല്ലായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു. മാർത്തോമ 1 മുതൽ മാർത്തോമ 8 വരെ മലങ്കര മെത്രാപ്പൊലീത്തന്മാരുണ്ടായിരുന്നു. അവരൊക്കെ പതിലോമറ്റം കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. അത് കഴിയുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിഷണറിമാർ ഇവിടെ പ്രവർത്തിക്കുന്നു. ഇംഗ്ലീഷ് മിഷണറിമാർ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ മാർത്തോമ 7 കാലം ചെയ്യുന്നു. മാർത്തോമ 8 സ്ഥാനമേൽക്കുന്നു. മാർത്തോമ 8 സ്ഥാനമേൽക്കുമ്പോൾ മാർത്തോമ 7 കണ്ടനാട്ട് വെച്ച് ആ കാലം ചെയ്യുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ കോലഞ്ചേരിയിൽ കൊണ്ടുവന്ന് ഖബറടക്കി. മാർത്തോമ 7 കാലം ചെയ്യുന്ന ആ സന്ദർഭത്തിൽ മാർത്തോമ 7 നിര്യാതനാകുന്ന ആ ഒരു കാലം, ആ സമയത്ത് മാർത്തോമ 8 സ്ഥാനമേൽക്കാനായിട്ട് പോവുകയാണ്. മാർത്തോമ 8 സ്ഥാനമേൽക്കുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളതായ ചരിത്ര ഭാഗം വായിക്കുന്ന ഉടനെ വളരെ രസകരമായിട്ട് തോന്നും. മാർത്തോമ 7 കാലം ചെയ്യുന്നു. മാർത്തോമ 7 കാലം ചെയ്ത് അദ്ദേഹത്തിന് പ്രായമായി, അദ്ദേഹം രോഗാവസ്ഥയിലായി. അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് ഒരാളെ വാഴിക്കണം. 7 മാർത്തോമായ്ക്ക് രോഗം ബാധിച്ച് അതിവേഗം അത്യാസന്ന നിലയിലെത്തി. ഏതാണ്ട് 3 ആഴ്ച കൊണ്ട് അദ്ദേഹം അന്തരിക്കുകയാണ് ഉണ്ടായത്. മെത്രാന്റെ രോഗം മരണത്തിൽ അവസാനിക്കുന്നതിനായി സാധ്യതയെന്ന് കണ്ടപ്പോൾ നേതാക്കന്മാർ കൂടി ആലോചിച്ച് ദത്ത് വഴി പതിലോമറ്റം കുടുംബാംഗമായി ഭവിച്ചിരുന്ന ഒരു തോമാ കത്തനാരെ മെത്രാനാക്കണമെന്നുള്ള അഭിപ്രായത്തിന് കൂടുതൽ പിന്തുണയുണ്ടായി. ഇസഡംപാറയിട്ട് എഴുതിയിരിക്കുന്ന സഭാ ചരിത്രത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ദത്ത് വഴി പൗലോമറ്റം കുടുംബാംഗമായി ഭവിച്ചിരുന്ന ഒരു തോമാ കത്തനാരെ മെത്രാനാക്കണമെന്നുള്ള അഭിപ്രായത്തിന് കൂടുതൽ പിന്തുണയുണ്ടായി. മെത്രാന്റെ രോഗം ക്ഷണത്തിൽ മൂർച്ഛിച്ച് അദ്ദേഹം അബോധാവസ്ഥയിലെത്തിയെന്നും സമീപത്തുണ്ടായിരുന്നവർ തോമാ കത്തനാരെ മെത്രാന്റെ അംശവസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും അംശവടിയും സ്ലീവായും പിടിപ്പിക്കുകയും ചെയ്തു എന്നും അവശനായി കിടക്കുന്ന മെത്രാന്റെ സമീപത്ത് മുട്ടുകുത്തിച്ച് അദ്ദേഹത്തിന്റെ കൈ കത്തനാരുടെ തലയിൽ എടുത്തുവെച്ച് 8 മാർത്തോമ എന്ന പേരിൽ അഭിഷേകം പൂർത്തിയാക്കിയെന്നും പറയപ്പെടുന്നു. ഏതായാലും അതേ ചൊല്ലി തർക്കവും വഴക്കും ഉണ്ടായി. ഇരുഭാഗത്തും ആളുകളും നേതാക്കന്മാരും കൂടി എന്ന് പറയേണ്ടതില്ലല്ലോ. ഇതായിരുന്നു 8 മാർത്തോമയുടെ സ്ഥാനാരോഹണം. അദ്ദേഹം അങ്ങനെ പതിലോമറ്റം കുടുംബത്തിലെ അവസാനത്തെ താഴ്വരിക്കാരനായിട്ട് അവിടെ ഇരിക്കുക. ആ അവസരത്തിലാണ് മിഷണറിമാർ പ്രവർത്തിക്കുന്നത്. 8 മാർത്തോമ ഇങ്ങനെ ഭരണം നടത്താനായിട്ട് വന്നു. 7 മാർത്തോമയുടെ 40-ാം ദിവസം പുലകൂടി അടിയന്തരത്തിന്റെ അന്ന് കോലഞ്ചേരിയിൽ എല്ലാവരും ഒന്നിച്ചുകൂടിയിട്ട് സമുദായത്തിന്റെ കാര്യം മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ എന്താണ് വേണ്ടത് എന്നുള്ള ആലോചന ചെയ്തു. അപ്പോഴാണ് 2 പേരെ ആലോചനക്കാരായിട്ട് അസിസ്റ്റന്റന്മാരായിട്ട് ഈ മെത്രാന് കൊടുക്കുക. ജനമെല്ലാം കൂടെ അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ അംഗീകരിക്കുക, അദ്ദേഹത്തെ മോതിരമിട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞു. കോലഞ്ചേരിയിൽ കൂടിയ ജനസമൂഹം, മലങ്കരയുടെ പള്ളി പ്രതിപുരുഷ യോഗം മാർത്തോമ 8 അംഗീകരിച്ചു. അദ്ദേഹത്തെ മോതിരമിട്ട് സ്വീകരിച്ചു. അദ്ദേഹത്തിനോടൊപ്പം സഭാഭരണത്തിൽ സഹായിക്കാനായിട്ട് പുലിക്കോട്ടിൽ ഇട്ടൂപ്പ് റമ്പാൻ അദ്ദേഹത്തോടൊപ്പം കായംകുളം പീലിപ്പോസ് റമ്പാനെയും സഹായികളായിട്ട് നിയമിക്കുന്നു. ഇങ്ങനെ നിയമിക്കുന്ന ഉടനെ ഇട്ടൂപ്പ് റമ്പാൻ പഠിത്തമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് സെമിനാരി തുടങ്ങണമെന്നും പഠിത്ത വീട് തുടങ്ങണമെന്ന് അവിടെ വെച്ച് യോഗത്തിൽ തീരുമാനമെടുക്കുക, കണ്ടനാട്ട് വെച്ച്.
അന്ന് ആ യോഗത്തിൽ തീരുമാനമെടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കണ്ടനാട് ഒരു യോഗമൊക്കെ വിളിച്ചു കൂട്ടി. ഇട്ടൂപ്പ് റമ്പാൻ ഈ സെമിനാരി ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനയുമായിട്ട് മുന്നോട്ട് പോയി. അപ്പൊ മുന്നോട്ട് വന്നപ്പോൾ സെമിനാരി തുടങ്ങണമല്ലോ, ബ്രിട്ടീഷ് മിഷണറിമാരുമായിട്ട് അതിനെ ആലോചിച്ചു. കേണൽ മൺട്രോയും മക്കോളിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ആ കാലഘട്ടത്തിൽ അവരുമായിട്ട് ആലോചിച്ചു കഴിയുമ്പോൾ മിഷണറിമാർ അതിന് വേണ്ടുന്ന സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പഴയ സെമിനാരി പണിയാനായിട്ടുള്ള ആരംഭം വിട്ടു. 1813 മുതൽ 12 വന്നു, കല്ലിടുന്നു. 13, 14, 15 വർഷങ്ങളിൽ സെമിനാരിയുടെ പണി പൂർത്തിയാക്കി പഠനവും തുടങ്ങി. അപ്പൊ ഈ സെമിനാരി പണിയാനായിട്ട് മാർത്തോമ ആറാമൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിക്ഷേപിച്ച ഒരു പണമുണ്ടായിരുന്നു. വട്ടിപ്പണം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റാണ്. ഈ വട്ടിപ്പണത്തിന്റെ പലിശ ആണ്ടോടാണ്ട് സമുദായത്തിന്റെ നേതാക്കന്മാരായി വരുന്ന മെത്രാപ്പൊലീത്തന്മാർക്ക് കൊടുക്കണമെന്നായിരുന്നു വ്യവസ്ഥ. അതായത് വട്ടിപ്പണത്തിന്റെ പലിശയുണ്ട്. ആ വട്ടിപ്പണത്തിന്റെ പലിശ സമുദായ ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട്, ധർമ്മകാര്യങ്ങൾക്ക് ഉപയോഗിക്കാനെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മലങ്കര മെത്രാപ്പൊലീത്തായ്ക്കാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇതിന്റെ പലിശ വാങ്ങാനുള്ള അവകാശം ഒരു മെത്രാപ്പൊലീത്തായ്ക്കാണ്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? CMS മിഷണറിമാര്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതിന്റെ പലിശ ഇട്ടൂപ്പ് റമ്പാന് കൊടുത്തു. അദ്ദേഹം മെത്രാനല്ല. അപ്പൊ എങ്ങനെയാ അത് ശരിയാവുന്നത്? അതിനെക്കുറിച്ച് തർക്കമുണ്ടായി. മാർത്തോമ 8 എന്ന് പറയുന്ന മെത്രാപ്പൊലീത്ത ഉണ്ട്. 7 ഇതിന്റെ പലിശ വാങ്ങിച്ചയാളാണ്. 8 അതിന്റെ പലിശ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് പലിശ കിട്ടുന്നില്ല. ഇട്ടൂപ്പ് റമ്പാന് പലിശ കൊടുത്തു. അപ്പോൾ റമ്പാനാണ് അതിന്റെ പലിശ വാങ്ങിക്കുന്നത്. ഇതിനെ പരിഹരിക്കണം. അപ്പൊ അവരാലോചിച്ചപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഈ റമ്പാനെ അങ്ങ് മെത്രാനാക്കുക. അപ്പൊ അതങ്ങ് ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ആളുകൾ എല്ലാവരും കൂടി ആലോചിച്ചു, ഈ റമ്പാനെ മെത്രാനാക്കണം, ഇട്ടൂപ്പ് റമ്പാനെ മെത്രാനാക്കണം, പഴയ സെമിനാരി സ്ഥാപകനെ. ആരാണ് ഇദ്ദേഹത്തിന് മെത്രാൻ പട്ടം കൊടുക്കുന്നത്? മാർത്തോമ 8 കൊടുക്കത്തില്ല. ഇവിടെ വേറെ മെത്രാന്മാരാരും ഇല്ല പട്ടം ഏൽക്കാനായിട്ട്. അപ്പോഴാണ് ആലോചിക്കുമ്പോൾ തോഴിയൂർ ഒരു മെത്രാച്ചനുണ്ട്, ആഞ്ഞൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, കുന്നംകുളത്തിന് വടക്കുവശത്ത്. അവിടെയുള്ള ആഞ്ഞൂർ പീലക്സീനോസ് എന്ന് പറയുന്ന മെത്രാപ്പൊലീത്തയുണ്ട്. തോഴിയൂർ സഭ തുടങ്ങുന്നത് 1772 അന്ന് കൂറിലോസ് എന്ന് പറയുന്ന ഒരു മെത്രാപ്പൊലീത്ത കാട്ടുമങ്ങാട്ട് കൂറിലോസിനെ വാഴിക്കുന്നു. മുളന്തുരുത്തിക്കാരനാണ്. കൂറിലോസിന്റെ പിൻഗാമിയായിട്ട് വേറൊരു കൂറിലോസ് 2 വരുന്നു. അദ്ദേഹത്തിന്റെ അനന്തരവനായിരുന്നു. ആ കൂറിലോസിനെ വാഴിച്ചു കഴിയുന്ന ഉടനെയാണ് പിന്നെ ഒരു പീലക്സിനോസിനെ വാഴിക്കുന്നു. കിടങ്ങൻ ചീരൻ പീലക്സിനോസ്. അത് കഴിയുന്നുണ്ട് വേറൊരു പീലക്സിനോസിനെ വാഴിക്കുന്നു. അങ്ങനെ തോഴിയൂരെ 4ാമത്തെ മെത്രാപ്പൊലീത്ത പീലക്സിനോസ് അവിടെയുണ്ട്. അപ്പൊ പീലക്സിനോസിനോട് ചോദിച്ചു, ഈ ഇട്ടൂപ്പ് റമ്പാന് പട്ടം കൊടുക്കാമോ എന്ന്. അപ്പൊ പറഞ്ഞു പട്ടം കൊടുക്കാം, ബ്രിട്ടീഷുകാരും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ പഴഞ്ഞിയിൽ വെച്ച് 1815 ഇട്ടൂപ്പ് കത്തനാരെ, ഇട്ടൂപ്പ് റമ്പാനെ മാർ ദിവന്നാസിയോസ് എന്ന പേരിൽ മെത്രാപ്പൊലീത്തയായിട്ട് വായിച്ചു. 2ാമത്തെ മെത്രാപ്പൊലീത്ത ദിവന്നാസിയോസ് 2. അപ്പൊ ഇവിടെ മാർത്തോമ 8 ഉണ്ട്, ദിവന്നാസിയോസ് 2 ഉണ്ട്. ഇതിൽ ആരാണ് യഥാർത്ഥ മെത്രാപ്പൊലീത്ത? ആർക്കാണ് ഈ വട്ടിപ്പണത്തിന്റെ പലിശ വാങ്ങാനുള്ള അവകാശം? സമുദായത്തിന്റെ മേലധ്യക്ഷ സ്ഥാനം ആർക്കാണെന്നുള്ളതിനെ കുറിച്ച് തർക്കമുണ്ടായി. കോടതി വ്യവഹാരങ്ങളുണ്ടായി. ബ്രിട്ടീഷുകാർ ഇടപെടുന്നു. തിരുവിതാംകൂർ മഹാരാജാവ് ഇടപെടുന്നു. അവസാനം തിരുവിതാംകൂർ മഹാരാജാവ് തന്നെ ഒരു തീരുമാനമെടുക്കുന്നു, കോടതിയുടെയും ബ്രിട്ടീഷുകാരുടെയും ആലോചനയുടെ ഫലമായി. അങ്ങനെ അവർ തീരുമാനിക്കുന്നു, ദിവന്നാസിയോസ് 2 പഴയ സെമിനാരി സ്ഥാപകനാണ് ഈ മെത്രാൻ സ്ഥാനത്തിന് അർഹനായിട്ടുള്ളതും യഥാർത്ഥ മെത്രാപ്പൊലീത്തായിരുന്നു. അപ്പോ പകലോമറ്റം കുടുംബത്തിന്റെ വാഴ്ച അവിടെ അവസാനിക്കുക. ദിവന്നാസിയോസ് മെത്രാപ്പൊലീത്തയായി അംഗീകരിച്ചുകൊണ്ട് എല്ലാവരും അനുസരിച്ച് നടക്കണമെന്ന് പറഞ്ഞ് തിരുവെഴുത്ത് വിളംബരം ഉണ്ടാകുന്നു. ആദ്യമായിട്ടാണ് മലങ്കര നസ്രാണികളുടെ ചരിത്രത്തിൽ ഒരു തിരുവെഴുത്ത് വിളംബരം ഉണ്ടാകുന്നത്. തിരുവെഴുത്ത് വിളംബരം എന്ന് പറഞ്ഞാൽ മഹാരാജാവ് അംഗീകരിച്ചിരിക്കുകയാണ് ആരാണ് യഥാർത്ഥത്തിലുള്ള മലങ്കര മെത്രാപ്പൊലീത്തൻ. ആ തിരുവെഴുത്ത് വിളംബരം ഒരു A4 പേപ്പറിന്റെ സൈസ് മുഴുവൻ വരുന്ന ശ്രീ എന്നും പറഞ്ഞൊക്കെ എഴുതിയ തിരുവിതാംകൂർ മഹാരാജാവിന്റെ ടൈറ്റിൽ എല്ലാം കൊടുത്ത് നമ്മളിപ്പോൾ മലങ്കര മെത്രാപ്പൊലീത്ത കാതലിക്ക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിപനായിട്ടിരിക്കുന്ന മഹാറാണിന്റെ കീഴ്സ്ഥാനിയായിരിക്കുന്ന മഹാരാജാവ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഇതിൽ വന്നിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എത്രയേ ഉള്ളൂ, സുറിയാനി സമുദായത്തിന്റെ മെത്രാപ്പൊലീത്തയായിട്ട് മേലെഴുതി പുലിക്കോട്ടിൽ ദിവന്നാസിയോസിനെ അംഗീകരിച്ചിരിക്കുന്നു. അപ്പൊ പുലിക്കോട്ടിൽ ദിവന്നാസിയോസ് മെത്രാപ്പൊലീത്തയായി. അദ്ദേഹം പഴയ സെമിനാരിയിൽ വന്നു, സമുദായത്തിന്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വട്ടിപ്പണത്തിന്റെ പലിശയും വാങ്ങിച്ചു. ഈ പുലിക്കോട്ടിൽ ദിവന്നാസിയോസിന്റെ സഹായം, അദ്ദേഹത്തിന് പ്രായമായി,
അപ്പൊ അദ്ദേഹത്തിന്റെ സഹായിയായിട്ടാണ് പുന്നത്ര ജോർജ് കത്തനാരെ നിയമിക്കുന്നത്. ജോർജ് കത്തനാര് ഇദ്ദേഹത്തിന്റെ സഹായിയായിട്ട് വന്നു. അദ്ദേഹത്തിന് ഭാഷ അറിയാം, ഇംഗ്ലീഷ് നല്ലവണ്ണം കൈകാര്യം ചെയ്യാൻ അറിയാം, മിഷണറിമാരുമായിട്ട് സംസാരിക്കാൻ അറിയാം, ഉന്നത കുലജാതനാണ്, ഭംഗിയായിട്ട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തെ സഹായിയായിട്ട് നിശ്ചയിച്ചു. അദ്ദേഹം ചെറിയ പള്ളി വികാരിയാണ്, പുന്നത്ര ദിവന്നാസ്യോസ്. ഇങ്ങനെ ഇരിക്കുന്നുണ്ട് 1816 ഈ പുലിക്കോട്ട് ദിവന്നാസ്യോസ് കാലം ചെയ്തു. രോഗം ബാധിച്ച അദ്ദേഹത്തിന് പ്രായമായിരുന്നു. അദ്ദേഹം കാലം ചെയ്തു. പുലിക്കോട്ടിൽ ദിവന്നാസ്യോസ് കാലം ചെയ്തു. ദിവന്നാസ്യോസ് കാലം ചെയ്ത അവസരത്തിൽ തോഴിയൂർ പീലക്സീനോസ് മെത്രാപ്പൊലീത്ത വീണ്ടും അദ്ദേഹത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കുന്നു. അപ്പൊ പറയുന്നു, അപ്പൊ ഇനി മലങ്കര മെത്രാപ്പൊലീത്തായിട്ട് ഈ രാജകീയ വിളംബരം കിട്ടണമല്ലോ. അപ്പോൾ പുലിക്കോട്ട് ദിവന്നാസ്യോസിന് രാജകീയ വിളംബരം കിട്ടിയ ആളാണ്. അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കാലം ചെയ്തു. അപ്പൊ ഇനി ആരായിരിക്കണം മെത്രാപ്പൊലീത്ത? മിഷണറിമാര് തന്നെ അവിടെ ഇടപെട്ടു. അവര് ചോദിച്ചു തോഴിയൂർ പീലക്സീനോസിനോട്, ഇദ്ദേഹത്തിന് പട്ടം കൊടുത്ത ആളിനോട്, കോട്ടയത്ത് വന്ന് സ്ഥാനമേൽക്കാമോ എന്ന്. അദ്ദേഹം വന്നു. കോട്ടയത്ത് അദ്ദേഹം സ്ഥാനമെടുത്തു. തോഴിയൂരെ പീലക്സീനോസിനെ മലങ്കര മെത്രാപ്പൊലീത്തായി അംഗീകരിച്ചുകൊണ്ട് തിരുവെഴുത്ത് വിളംബരം ഉണ്ടാകും. തോഴിയൂരെ പീലക്സീനോസ് കുന്നംകുളംകാരനാണ്. ഇവിടെ വന്ന് ഭരണമെല്ലാം നിർവഹിക്കാൻ ഒക്കത്തില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായിട്ട്, അദ്ദേഹത്തിന്റെ സഹായിയായിട്ട് ജോർജ് കത്തനാർ വീണ്ടും ഉണ്ട്. അപ്പൊ പറയുക, എല്ലാവരും കൂടെ ആലോചിച്ചു, എന്താ നമുക്ക് ഈ ജോർജ് കത്തനാരെ മെത്രാനാക്കിയാൽ അദ്ദേഹത്തെ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്താനുള്ള തീരുമാനം എടുക്കുന്നു. തോഴിയൂരെ പീലക്സീനോസ് തന്നെ ജോർജ് കത്തനാർക്ക്, പുന്നത്ര ജോർജ് കത്തനാർക്ക് ദിവന്നാസ്യോസ് മൂന്നാമൻ എന്ന പേരിൽ മെത്രാപ്പൊലീത്ത സ്ഥാനം കൊടുക്കുന്നു. അദ്ദേഹം മെത്രാപ്പൊലീത്തയായി ഭരണമേൽക്കുന്നു. ചെറിയ പള്ളി ആസ്ഥാനമായി തന്നെ തോഴിയൂർ പീലക്സീനോസ് മെത്രാപ്പൊലീത്ത കുന്നംകുളത്ത് പ്രവർത്തിക്കുന്നയാളാണ്. അദ്ദേഹം പഴയ സെമിനാരിയിലേക്കോ കോട്ടയത്തിന് തെക്കുഭാഗത്തേക്കോ വന്ന് സഭാപ്രവർത്തനം നടത്തുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഏറ്റവും അനുയോജ്യനായി അവിടെ ഉണ്ടായിരുന്ന ജോർജ് കത്തനാരെ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റും ബ്രിട്ടീഷ് മിഷണറിമാരും മലങ്കര സഭയും തിരുവിതാംകൂർ മഹാരാജാവും കൂടി തീരുമാനിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തി. 1717 മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് അന്ന് വന്നു. അന്ന് തിരുവിതാംകൂർ ഗവൺമെന്റ് ഒരു രാജകീയ വിളംബരം പുറപ്പെടുവിച്ചു. ആ രാജകീയ വിളംബരത്തിൽ പറഞ്ഞിരിക്കുന്നത്, മലങ്കര മെത്രാപ്പൊലീത്തയായി സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന പീലക്സീനോസ് മെത്രാപ്പൊലീത്തായ്ക്ക് പ്രായമായതുകൊണ്ടും ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടും ആ സ്ഥാനത്തേക്ക് പുതുതായി പട്ടമേറ്റിരിക്കുന്നതായ പുന്നത്ര മാർ ദിവന്നാസ്യോസിനെ നിയമിക്കുന്നു. ഇനിയും എല്ലാ സഭാംഗങ്ങളും മേലെഴുതിയ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്തായി അനുസരിച്ച് നടന്നുകൊള്ളേണ്ടതാണ്. അങ്ങനെയാണ് മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് പുന്നത്ര മാർ ദിവന്നാസ്യോസ് വരുന്നത്. മലങ്കര സഭയുടെ ചരിത്രം നോക്കിയാൽ ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പതിലോമറ്റം കുടുംബത്തിൽപ്പെട്ട മെത്രാന്മാരെല്ലാം കോട്ടയത്തിന് വടക്കുള്ളവരായിരുന്നു. കുറവലങ്ങാടും അങ്കമാലിയും കണ്ടനാടും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. അവരുടെയൊക്കെ തറവാടുകളൊക്കെ അവിടെയായിരുന്നു. അപ്പൊ കോട്ടയത്തിന് വടക്കുള്ള ആളുകളായിരുന്നു മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. തോഴിയൂർ പീലക്സീനോസ് മുളന്തുരുത്തിക്കാരൻ, അവരുടെ കുടുംബം അവിടെ നിന്ന് വന്നു. അദ്ദേഹവും പോയി. അവരും ഒക്കെ വന്നു, വടക്കുള്ളവരാണ്. കോട്ടയത്തിന് ഭാഗത്ത് നിന്നോ തെക്കോട്ടോ ഒരു മെത്രാപ്പൊലീത്തായി ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് പുന്നത്ര ദിവന്നാസ്യോസ് കോട്ടയത്ത് നിന്ന് ഒരു മെത്രാപ്പൊലീത്തയായി മലങ്കര സഭയുടെ അധിപനായിട്ട് വരുന്നത്. തെക്ക് നിന്ന് വന്നിരിക്കുന്നയാളാണ് പുന്നത്ര ദിവന്നാസ്യോസ്. അദ്ദേഹം മിഷണറിമാരുമായിട്ട് ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നു. അദ്ദേഹം ഇവിടെ വന്നു. പുന്നത്ര ദിവന്നാസ്യോസ് അദ്ദേഹം കോട്ടയം ചെറിയ പള്ളിയിൽ താമസിച്ച് സഭാഭരണം നിർവഹിച്ചു. ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചെറിയ പള്ളിയിൽ മാളിക കെട്ടിടം പണിയുന്നത്. കെട്ടിടം പണിക്ക് പണമില്ലാതെ വന്ന അവസരത്തിൽ കടം വാങ്ങിയും കൈവശമുണ്ടായിരുന്ന സ്വർണ്ണ ഉരുപ്പിടികൾ ആദ്യം പണയം വെച്ചും പിന്നെ വിറ്റുമൊക്കെയാണ് ഇതിനു വേണ്ടുന്ന പണമുണ്ടാക്കി അദ്ദേഹം കോട്ടയം ചെറിയ പള്ളിയിൽ അദ്ദേഹത്തിന്റെ ആസ്ഥാന മന്ദിരം പണിയുന്നത്. പുന്നത്ര ദിവന്നാസ്യോസിന്റെ ഇനിയുമുള്ള പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹവും മിഷണറിമാരും തമ്മിലുള്ളതായ സഹകരണത്തെക്കുറിച്ച്, അദ്ദേഹം സ്ഥാനമേൽക്കുന്നതിനെ കുറിച്ച് EM പീലിപ്പോസ് സഭാചരിത്രത്തിൽ പറയുന്നു. പുതിയ മെത്രാൻ അസാധാരണ സ്വഭാവഗതിയോടും പ്രകൃതത്തോടും കൂടിയ ഒരു മനുഷ്യനായിരുന്നു. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ആഗതരായ ബെഞ്ചമിൻ ബെയ്ലി, ജോസഫ് ഫെൻ, ഹെൻറി ബേക്കർ എന്നീ CMS മിഷണറിമാരെ അദ്ദേഹം സൗഹാർദ്ദ പുരസ്സരം സ്വീകരിച്ചു. അവരിൽ ഒരാൾ പ്രിൻസിപ്പാളും മെത്രാപ്പൊലീത്തായോടുകൂടി കൂട്ടു മാനേജരുമായിട്ട്
സെമിനാരിയിൽ പ്രവേശിക്കുകയും മറ്റൊരാൾ ഇടവകകൾ തോറും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് ബേക്കർ ഏർപ്പെടുകയും മൂന്നാമൻ ബെയ്ലി വിശുദ്ധ വേദപുസ്തകമാതിയായ ദൈവിക ഗ്രന്ഥങ്ങൾ ഭാഷാന്തരം ചെയ്യുന്നതിന് ആരംഭിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് മിഷണറിമാരുടെ സഹകരണത്തോടുകൂടി പുന്നത്ര മാർ ദീവന്നാസ്യൂസിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. മിഷണറിമാരുമായിട്ട് നല്ല സഹകരണം അദ്ദേഹം പുലർത്തി. മിഷണറിമാർ അദ്ദേഹത്തെ കാണാനായിട്ട് വരുന്നുണ്ട്. കാണാൻ വരുന്ന അവസരത്തിൽ അദ്ദേഹം അവരുമായിട്ടൊക്കെ സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ നടത്തുന്നുണ്ട്. മാർത്തോമ 8-മനോ 9-മനോ ഒക്കെ കാലം ചെയ്തു. ദിവന്നാസ്യൂസ് മെത്രാപ്പൊലീത്ത അങ്ങനെ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിക്ഷേപിച്ചിരുന്നതായ വട്ടിപ്പണത്തിന്റെ പലിശ വാങ്ങുകയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് സാധിച്ചു. വിശാല ഹൃദയനായ പുന്നത്ര മാർ ദിവന്നാസ്യൂസും മിഷണറിമാരുമായി വളരെ സൗഹാർദ്ദപരമായി കഴിഞ്ഞു വന്നു. നസ്രാണികളുടെ വിശ്വാസാചാര്യങ്ങളിൽ മിഷണറിമാർ ഇടപെടരുതെന്നുള്ള ധാരണ പാലിക്കപ്പെട്ടിരുന്നു. മിഷണറിമാർക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നസ്രാണികളുടെ പള്ളികളിൽ മിഷണറിമാർ കർമ്മം നടത്തുന്നതിന് അനുവാദം ഉണ്ടായിരുന്നു. നമ്മുടെ പള്ളിയിലൊക്കെ മിഷണറിമാർക്ക് വന്ന് കുർബാനയില്ല. കാരണം അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ കാലമാണ്. ഇഷ്ടംപോലെ സായിപ്പന്മാർ ഇവിടെ അടുത്ത പ്രദേശങ്ങളിൽ എല്ലാം താമസിക്കുന്നു. ആ താമസിക്കുന്ന ആളുകൾക്ക് ഞായറാഴ്ച ആരാധനയെ സംബന്ധിക്കണം. അപ്പൊ ആരാധനയെ സംബന്ധിക്കണമെങ്കിൽ നമ്മളുടെ പള്ളികൾ അവർക്ക് വിട്ടുകൊടുക്കും. അവരെല്ലാവരും വന്ന പള്ളികളിലൊക്കെ. അപ്പൊ ഗ്രാജുവലി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആളുകളും ഈ ആരാധനയിലും പാരമ്പര്യത്തിലും ഒക്കെ ആകൃഷ്ടരായിട്ട് കുറേയധികം ആളുകൾ മിഷണറിമാരോട് ചേർന്ന് പോകുന്നതുമുണ്ട്. എങ്കിലും സഭയുടെ വിശ്വാസാചാരങ്ങളിൽ ഒന്നും എന്തെങ്കിലും മാറ്റം വരുത്താനുള്ളതായ ഒരു ശ്രമവും മലങ്കര സഭ നടത്താനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെയൊന്നും ചെയ്യുന്നതിന് സാധിച്ചിരുന്നുമില്ല. പുതിയ മെത്രാൻ അസാധാരണ സ്വഭാവഗതിയോടും പ്രകൃതത്തോടും കൂടി ഒരു പ്രത്യേക മനുഷ്യനായിരുന്നു. ആ കാലഘട്ടത്തിൽ ആഗതരായ സീമസ് മിഷണറിമാരുമായിട്ട് നല്ല ബന്ധം അദ്ദേഹം പുലർത്തി. ആ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മലങ്കര സഭയ്ക്ക് ഈ പറഞ്ഞ പോലെ വേദപുസ്തകം പരിഭാഷപ്പെടുത്താനായിട്ടും മിഷണറിമാരോട് ചേർന്ന് പുതിയതായിട്ട് സ്കൂളുകൾ ആരംഭിക്കുന്നതിനും അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടത്തുന്നതിനും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ദിവന്നാസ്യൂസ് മെത്രാപ്പൊലീത്തായുടെ മിഷണറിമാരുമായിട്ടുള്ള സഹകരണത്തിൽ നടന്നു. മിഷണറിമാർ കൂടുതൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ മലങ്കര സഭയുടെ ആരാധനാ കാര്യങ്ങളിലും സുറിയാനി സഭയുടെ വിശ്വാസ അനുഷ്ഠാനങ്ങളിലും ഈ മിഷണറിമാർ കൂടുതൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ വളരെ സൗഹൃദപരമായിട്ട് മിഷണറിമാരുമായി ബന്ധപ്പെട്ടിരിക്കുകയായിരുന്നു. എങ്കിൽ പോലും പുന്നത്ര ദിവന്നാസ്യൂസിന്റെ മേൽ വന്നുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഈ മിഷണറിമാർ മലങ്കര സഭയിൽ കൂടുതൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കാനായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനു വേണ്ടുന്നുള്ള ശ്രമം നടത്തി. അപ്പൊ എങ്ങനെങ്കിലും ഈ മലങ്കര സഭയുടെ ആരാധനാ കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇടപെടണമെന്ന് മിഷണറിമാർക്ക് താല്പര്യം തോന്നി. 2-3 കാര്യങ്ങളിലാണ് അവർ പ്രധാനമായിട്ടും താല്പര്യം വെച്ചത്. ഒന്ന്, ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകള്, അതുപോലുള്ള കാര്യങ്ങൾ, പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥത, ഇതൊന്നും നമ്മൾ നടത്തേണ്ട കാര്യമില്ല എന്ന് മിഷണറിമാർ മെത്രാപ്പൊലീത്തായോട് പറഞ്ഞു. ആ രീതിയിൽ പോകുവാനായിട്ട് സെമിനാരിയിൽ പഠിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. അപ്പൊ മെത്രാപ്പൊലീത്ത പറഞ്ഞു അത് നടക്കില്ല. അതോടൊപ്പം തന്നെ പറഞ്ഞു ഈ സുറിയാനി സഭയുടെ ആരാധനയിൽ മാറ്റങ്ങൾ വരുത്തണം. മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതി അത് ശരിയല്ല. വൈദികർക്ക് ആവശ്യമുണ്ടെങ്കിൽ, അന്നൊക്കെ ഉണ്ടായിരുന്ന പതിവെന്ന് പറഞ്ഞാൽ വൈദികർക്ക് ശമ്പളമൊന്നും കൊടുക്കുന്നില്ല. അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആളുകൾ മരിക്കുന്നു, മരിച്ചു കഴിഞ്ഞിട്ട് കുർബാനകൾ നടത്തുന്നു, ശ്രാദ്ധ കുർബാനകൾ നടത്തുന്നു. ആ അവസരത്തിൽ വൈദികർക്ക് കൈമുത്തമൊക്കെ കൊടുക്കും. അപ്പൊ മിഷണറിമാര് പറയുക കാശ് വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഈ അച്ഛന്മാർ ഈ ചാത്തമൊക്കെ നടത്തുന്നത്, അത് നിർത്തണം, അങ്ങനെയുള്ള പരിപാടി വേണ്ട, അവർക്ക് വേണമെങ്കിൽ ശമ്പളം കൊടുക്കണം, എല്ലാ വൈദികർക്കും 500 രൂപ വെച്ച് കൊടുക്കണമെന്നുള്ള തീരുമാനമൊക്കെ മിഷണറിമാര് കൂടി പാസ്സാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്ന് മെത്രാപ്പൊലീത്തയോട് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് തന്നെത്താൻ തീരുമാനിക്കാൻ ഒക്കുകയില്ല. മലങ്കര സഭയുടെ ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടി, ഒരു അസോസിയേഷൻ വിളിച്ചുകൂട്ടി, ഒരു സുന്നതദോസ് കൂടി അതിനെക്കുറിച്ച് തീരുമാനിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 1818 മാവേലിക്കരയിൽ ഒരു സുന്നതദോസ് കൂടുന്നത്. മിഷണറിമാർ ദൈവമാതാവിനോടുള്ള പ്രാർത്ഥനയിലൊക്കെ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ആ അവസരത്തിൽ മെത്രാപ്പൊലീത്ത സുന്നതദോസ് വിളിച്ചു കൂട്ടുന്നുണ്ട്. മാവേലിക്കരയിൽ സുന്നതദോസ് കൂടുന്നു. ആ മാവേലിക്കരയിൽ സുന്നതദോസിന് പോകുന്നതിനെ കുറിച്ച്
EM പീലിപ്പോസ് എഴുതുന്നുണ്ട് മാവേലിക്കര സുന്നഹദോസിന് അദ്ദേഹം പോകുന്ന സമയത്തെക്കുറിച്ച്. അന്ന് അദ്ദേഹം മാവേലിക്കര സുന്നഹദോസിന് പോകുന്നതിന് മുമ്പ് ചെറിയ പള്ളിയിൽ വന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കുറേ സമയം അദ്ദേഹം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ മിഷണറിമാർ സഭയിൽ കയറി പ്രവർത്തിക്കും. ആ പ്രവർത്തനമൊക്കെ എങ്ങനെയാണ്, സമർപ്പിക്കപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ എങ്ങനെ പരിഗണിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വലിയ സംശയമുണ്ടായിരുന്നു, പ്രയാസമുണ്ടായിരുന്നു, ആശങ്കയുണ്ടായിരുന്നു. അത് അദ്ദേഹം ചെറിയ പള്ളിയിൽ അങ്ങോട്ട് പോകേണ്ട അവസരത്തിൽ വളരെ വൈമനസ്യത്തോടുകൂടി അദ്ദേഹം ചെറിയ പള്ളിയിൽ ഇറങ്ങി വന്നു. അദ്ദേഹം അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. സെമിനാരി സ്ഥാപനത്തിന് സായിപ്പ് എന്നിട്ട് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ കൂടിയിരുന്ന ആളുകളോട് അദ്ദേഹം പറയുക, സെമിനാരി സ്ഥാപനത്തിന് സായിപ്പിന്റെ സഹായം അഭ്യർത്ഥിച്ചതിനെ പറ്റി ഞാൻ പശ്ചാത്തപിക്കുന്നു. ബുഖാനന്റെ കാലം മുതൽ ഒരു പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളുടെ മേൽ ദൃഷ്ടി പതിക്കുന്നത് പോലെ യൂറോപ്യന്മാർ നമ്മുടെ പാവപ്പെട്ട സഭയിന്മേൽ കണ്ണെറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതെല്ലാം എങ്ങനെ അവസാനിക്കുമെന്ന് സർവശക്തനായ ദൈവം മാത്രം അറിയുന്നു. ദൈവകൃപയാൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ പാവപ്പെട്ട സഭയെ ഞാൻ സംരക്ഷിക്കും. സർവവല്ലഭനായ ദൈവം അതിനെന്നെ നിലനിർത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെറിയ പള്ളിയിൽ അദ്ദേഹം രാത്രിയിൽ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വള്ളത്തെ കയറിയാണ് അദ്ദേഹം മാവേലിക്കരയ്ക്ക് പോകുന്നത്. സുന്നഹദോസിൽ സംബന്ധിക്കാനായിട്ട് പോകുന്നു. മാവേലിക്കര സുന്നഹദോസ് കൂടുന്ന അവസരത്തിൽ ഏകദേശം 700ഓളം ആളുകൾ ആ സുന്നഹദോസിൽ വന്ന് സംബന്ധിച്ചു. സുന്നഹദോസിൽ 700ഓളം ആളുകൾ, മെത്രാപ്പൊലീത്ത അതിൻ്റെ അധ്യക്ഷനായിരുന്നു. 700ഓളം അയിമായ പ്രതിനിധികൾ അതിൽ വന്ന് സംബന്ധിച്ചു. 40 പുരോഹിതന്മാർ, അന്ന് 54 പള്ളികളാകെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ആ പള്ളികളിൽ 54 പള്ളികളിൽ നിന്നുള്ളതായ പ്രതിനിധികൾ ഇവിടെ സംഭവിക്കുന്നു. അതിന് അദ്ദേഹം 40 പുരോഹിതന്മാരും ഉണ്ടായിരുന്നു. മെത്രാപ്പൊലീത്തായോടൊപ്പം ബെഞ്ചമിൻ ബെയ്ലിയും ജോസഫ് ഫെന്നും ഈ സുന്നഹദോസിൽ ഒന്ന് സംബന്ധിക്കുന്നുണ്ട്. ആമുഖ പ്രസംഗം മെത്രാപ്പൊലീത്തായുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ജോസഫ് ഫെന്നാണ് പിന്നീട് പ്രസംഗിക്കുന്നത്. അങ്ങനെ പ്രസംഗിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഈ ദൈവമാതാവിനോടുള്ള വിശ്വാസത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ അത് സാധ്യമല്ല എന്ന് മെത്രാപ്പൊലീത്തായ്ക്ക് ശക്തമായി പറയുവാനായിട്ട് സാധിച്ചു. മിഷണറിമാർ അർഹിക്കുന്നതിൽ കൂടുതൽ സ്ഥാനം ദിവന്നാസ്യോസ് വച്ചു കൊടുത്തു എന്ന് ധരിക്കേണ്ടതില്ല. എന്തു തന്നെ ആയാലും അത് സ്വീകരിച്ചു എന്ന് ധരിക്കേണ്ടതില്ല. കന്യക മറിയാം പുരുഷനെ അറിയാത്ത നിത്യകന്യകയായിരുന്നു എന്ന് മെത്രാപ്പൊലീത്ത വളരെ ശക്തിയായി വാദിച്ചു. അത് ശരിയായിരിക്കാമെന്ന് താൻ സമ്മതിച്ചുവെന്നും വിവാഹ ജീവിതത്തെക്കാൾ അവിവാഹിത ജീവിതമാണ് പൊതുവിൽ ഉത്തമമെന്ന് മാർ ദിവന്നാസ്യോസ് വാദിച്ചത് സമ്മതിച്ചു കൊടുക്കുവാൻ താൻ തയ്യാറല്ലായിരുന്നുവെന്നും മിഷണറി ജോസഫിന്റെ ഒരു കുറിപ്പിൽ കാണുന്നുണ്ട്. അവിടെ വെച്ച് ഈ മിഷണറിമാരുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ ഇല്ലാതെയായി തീരുക. മാവേലിക്കര സുന്നഹദോസിൽ അധ്യക്ഷ വേദിയിൽ നിന്ന് തന്നെ ഫെൻ അഭിപ്രായപ്പെട്ടു, മിഷണറിമാർ തന്നോട് സഭയോടും പ്രവർത്തിക്കുന്ന രീതി തൃപ്തികരമാണെന്ന് മാർ ദിവന്നാസ്യോസ് മിഡിൽറ്റനോട് പറയുകയുണ്ടായി. എന്നാൽ മിഷണറിമാർക്ക് മെത്രാന്റെ കാര്യത്തിൽ ആവിധ സംതൃപ്തി ഇല്ലായിരുന്നു. വെള്ളക്കാരൻ മിഷണറി അധ്യക്ഷ വേദിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ സ്വീകാര്യമായി തോന്നാത്ത യാഥാസ്ഥിതിക നസ്രാണികൾ ധാരാളം ഉണ്ടായിരുന്നു. അവർ മിഷണറിമാരുടെ ഈ പ്രവർത്തനത്തെയൊക്കെ എതിർത്തു. അങ്ങനെ മിഷണറിമാരുമായിട്ടുള്ള സഹകരണത്തിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ മിഷണറിമാർ കൂടുതൽ ഇടപെടുവാൻ വന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് മെത്രാപ്പൊലീത്ത ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തോട് ആ കാര്യത്തിൽ പുന്നത്ര ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്തായോട് മലങ്കര സഭ എക്കാലവും കടപ്പെട്ടിരിക്കുന്നു. 1717 മുതൽ 1725 വരെയുള്ള കാലഘട്ടം ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമായിരുന്നു. 1817 മുതൽ 1825 വരെയുള്ള കാലഘട്ടം മിഷണറിമാർ എല്ലായിടത്തും പ്രവർത്തിക്കുന്നു. പഴയ സെമിനാരി സ്ഥാപിച്ചു. എല്ലായിടത്തു നിന്നും ആളുകളെ സഭയ്ക്ക് വേണ്ടി മാമോദീസ മുക്കുകയും സഭയിലേക്ക് ചേർക്കുകയും ചെയ്തു. സഭയുടെ കാനൂനുകളിൽ, സഭയുടെ ആരാധനാ പാരമ്പര്യത്തിൽ, സഭയുടെ വിശ്വാസ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറല്ലായിരുന്നു.
എന്നാണ് CMS മിഷണറിമാർ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മിഷണറിമാരുമായിട്ട് സഹകരിച്ചു, സഹകരിക്കാവുന്ന മേഖലകളിലെല്ലാം സഹകരിച്ചു. സഭയ്ക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്ന രീതിയിൽ അദ്ദേഹത്തിന് സഹകരിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിച്ചു. അതേ സമയത്ത് തന്നെ സഭയുടെ വിശ്വാസത്തിലോ ആചാര അനുഷ്ഠാന കാര്യങ്ങളിലോ ഏതെങ്കിലും രീതിയിലുള്ളതായ മാറ്റങ്ങൾ വരുത്തുവാൻ പുന്നത്ര ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത തയ്യാറായിരുന്നില്ല. അതായിരുന്നു മിഷണറിമാരുമായിട്ട് അദ്ദേഹത്തിന്റെ ബന്ധത്തെക്കുറിച്ച് പറയുവാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അവസാനമായി പറയുവാനായിട്ടുള്ളത്, ഈ മിഷണറിമാരുടെ സഹകരണത്തിൽ മലങ്കര സഭയ്ക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്തായ്ക്ക് സാധിച്ചു. വളരെ തന്ത്രപരമായിട്ട് ഭംഗിയായിട്ട് നല്ല രീതിയിൽ അവരുമായിട്ട് ഇടപെട്ടു. വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു കാര്യത്തിലും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അതേ സമയത്ത് സഹകരിക്കാവുന്ന മേഖലകളിൽ നമ്മളുടെ പള്ളികൾ അവർക്ക് തുറന്നു കൊടുത്തു. ആ പള്ളികളിൽ മിഷണറിമാർ പ്രാർത്ഥനകൾ നടത്തുന്നു. സ്വാധീന ശക്തി മിഷണറിമാർക്കുണ്ടായിരുന്നു. കേണൽ മൺട്രോ തന്നെയായിരുന്നു ബ്രിട്ടീഷ് റെസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം റെസിഡന്റും തിരുവിതാംകൂർ ദിവാനുമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന അവസരത്തിൽ അദ്ദേഹം ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്തായുമായി സഹകരിച്ചു പ്രവർത്തിച്ചു. മിഷണറിമാർ വഴിയായി മെത്രാന് അദ്ദേഹത്തിന്റെ മേൽ ധാരാളം സ്വാധീന ശക്തി ഉണ്ടായിരുന്നു. യോഗ്യതയുള്ള സുറിയാനി സമുദായ അംഗങ്ങൾക്ക് ജഡ്ജി, മജിസ്ട്രേറ്റ്, തഹസീൽദാർ ആദിയായി ഉയർന്നതും താണതുമായ ഉത്തരവാദിത്വമുള്ള അനേക ഗവൺമെന്റ് ഉദ്യോഗങ്ങൾ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ലഭിക്കുവാൻ കാരണമായി. അതുവരെ ഒക്കെ ഉണ്ടായിരുന്നത് ഈ പ്രധാനപ്പെട്ട ജോലികളൊക്കെ സർവേയർമാരും തഹസീൽദാർമാരും അല്ലെങ്കിൽ അതുപോലെ ജഡ്ജി, മജിസ്ട്രേറ്റ് തുടങ്ങിയവരൊക്കെ തമിഴ് ബ്രാഹ്മണരായിരുന്നു ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, തിരുവിതാംകൂറിലും കൊച്ചി രാജ്യത്തും. പക്ഷെ കേണൽ മൺട്രോയുടെ ദിവാൻ ആയിരിക്കുന്ന റെസിഡന്റ് ആയിരിക്കുന്ന മൺട്രോയുടെയും അത് കഴിഞ്ഞ് മക്കോളിയുടെയും ഒക്കെ പ്രവർത്തന ഫലമായിട്ട് അവരുമായിട്ടുള്ള സഹകരണത്തിന്റെ ഫലമായിട്ട് ഈ പോസ്റ്റുകളിലേക്കൊക്കെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് വരാനായിട്ട് സാധിച്ചു. തിരുവിതാംകൂറും കൊച്ചിയിലും ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരായിരുന്നു. അവരുടെ കീഴിൽ ഉദ്യോഗസ്ഥന്മാരായി വന്നിരുന്നത് തമിഴ് ബ്രാഹ്മണരായിരുന്നു. ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത അധികാരത്തിൽ വരികയും കേണൽ മൺട്രോ അദ്ദേഹത്തിന്റെ സുഹൃത്താകുകയും ചെയ്തത് മൂലം സമുദായാംഗങ്ങളായി വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ആളുകൾക്ക് ജഡ്ജി, മജിസ്ട്രേറ്റ്, തഹസീൽദാർ ആദിയായി ഉന്നതവും താണതുമായ ഉത്തരവാദിത്വമുള്ള അനേക ഗവൺമെന്റ് ഉദ്യോഗങ്ങൾ ലഭിച്ചു. ഗവൺമെന്റ് സർവീസിൽ ഒരു ഉദ്യോഗം ലഭിക്കുന്നതിന് മെത്രാന്റെ ഒരു ശുപാർശ കത്ത് മാത്രമേ ആവശ്യമായി ഉണ്ടായിരുന്നുള്ളൂ. ഹിന്ദു ഉദ്യോഗസ്ഥന്മാർ പ്രതാപശാലിയായ മെത്രാന്റെ സന്നിധിയിൽ ഭയവിഹ്വല ചിത്തരായി തീർന്നു. തിരുവിതാംകൂർ മഹാറാണി സെമിനാരി നടത്തിപ്പിലേക്കുള്ള ഒരു സഹായ നിധിയായി അദ്ദേഹത്തിന് 21,000 രൂപ നൽകി. അനന്തരം പ്രതിവർഷം അനേകായിരം രൂപ ആദായം കിട്ടത്തക്ക വിധമുള്ള മൺട്രോ തുരുത്ത് എന്ന തോട്ടവും കൂടി ദത്തം ചെയ്ത് മഹാറാണി ആ സഹായ നിധിയെ പരിപോഷിപ്പിച്ചു. ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്തയുടെ കാലത്ത് മലങ്കര സഭയ്ക്ക് ഉണ്ടായതായ നേട്ടങ്ങളാണ്. സെമിനാരിയിൽ സുറിയാനിയും മലയാളവും കൂടാതെ ഉപഭാഷകളായി ഇംഗ്ലീഷ്, സംസ്കൃതം, ലത്തീൻ, എബ്രായ എന്നിവയും കൂടി അഭ്യസിപ്പിച്ചു തുടങ്ങി. അവിടെ പഠനം നടക്കുന്നത് ഇംഗ്ലീഷിലും മലയാളവും മാത്രമല്ല, ലത്തീനും സംസ്കൃതവും എബ്രായ ഭാഷയും പഠിച്ച് പണ്ഡിതരായ ആളുകളെ സെമിനാരിയിൽ നിറക്കുവാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് സാധിച്ചു. ആ അവസരത്തിൽ മലങ്കര സഭയ്ക്ക് 54 പള്ളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് മെത്രാപ്പൊലീത്തയുടെ ആ ഭരണത്തിന്റെ ആരംഭിക്കുന്നതായ കാലഘട്ടത്തിൽ. അതേ സമയത്ത് ഒരു 50 വർഷം കഴിയുമ്പോൾ 54 പള്ളികളുടെ സ്ഥാനത്ത് 183 പള്ളികൾ ഉണ്ടാകും. മുളന്തുരുത്തി സുന്നോദോസിന്റെ സമയം 1876 ആകുമ്പോൾ 1820 മുതൽ 76 വരെയുള്ള ഒരു 55 വർഷത്തിന്റെ കാലഘട്ടത്തിൽ മലങ്കര സഭയ്ക്ക് കുറേയധികം നേട്ടങ്ങൾ ഈ മെത്രാപ്പൊലീത്തയുടെ പ്രവർത്തനം മൂലം ഉണ്ടാകും. അന്ന് ഈ പറങ്കികളുമായിട്ട് കത്തോലിക്കരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ ആദ്യം നിരണം പള്ളിയുടെ ചാപ്പലുകളായിരുന്നു അല്ലെങ്കിൽ കുരിശു പള്ളികളായിരുന്നു ആലപ്പുഴയുള്ള ഒരു കത്തോലിക്ക പള്ളി, തത്തംപള്ളി പള്ളി എന്ന് പറയുന്നു. അതേപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലെ പള്ളി, ഇപ്പോഴുള്ള കത്തോലിക്കരുടെ വലിയ പള്ളിയാണ് ചങ്ങനാശ്ശേരിയിൽ. ആ പള്ളി കത്തോലിക്കരുടെ ഭരണത്തിലിരിക്കുകയായിരുന്നു. നിരണം പള്ളിയുടെ ചാപ്പലുകളായിരുന്നു, കുരിശു പള്ളികളായിരുന്നു. അതേപോലെ തന്നെ കോട്ടയം വലിയ പള്ളി റോമൻ കത്തോലിക്കർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പിറവം പള്ളി റോമൻ കത്തോലിക്കരും ഓർത്തഡോക്സ് യാക്കോബായക്കാരും ഒന്നിച്ചു ചേർന്ന് ഉപയോഗിക്കുകയായിരുന്നു.
മെത്രാപ്പൊലീത്ത ഇടപെട്ടു, ബ്രിട്ടീഷ് ഗവൺമെന്റും ഇടപെട്ടു. അങ്ങനെ ഇടപെട്ടതിന്റെ ഫലമായിട്ട് തിരുവിതാംകൂർ മഹാരാജാവ് വിളംബരം പുറപ്പെടുവിക്കുകയാണ്. ചങ്ങനാശ്ശേരി പള്ളിയും ആലപ്പുഴ പള്ളിയും നിരണം പള്ളിക്ക് വിട്ടുകൊടുക്കണം, മെത്രാപ്പൊലീത്തായ്ക്ക് കൊടുക്കണം. കോട്ടയം വലിയ പള്ളി യാക്കോബായക്കാർക്ക് കൊടുക്കണം, നമുക്ക് തന്നെ തരണമെന്നുള്ളതായ തീരുമാനം ഉണ്ടാവും. ആ വിളംബരം പുറപ്പെടുവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിറവം പള്ളി അത് യാക്കോബായക്കാർക്ക് മാത്രമായ അധീനതയിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ കുറെ പള്ളികൾ മലങ്കര സഭയ്ക്ക് പ്രധാനമായിട്ടും കിട്ടിയ പള്ളികളുടെ പേരുകളാണ് ഞാൻ പറഞ്ഞത്. ആ പള്ളികളൊക്കെ മലങ്കര സഭയുടെ പള്ളികളാണ്. അവർ റോമൻ കത്തോലിക്കർ വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. പള്ളികൾ പുതുതായിട്ട് പണിതു. ആ രീതിയിലുള്ള മലങ്കര സഭയുടെ നാനാമുഖമായ വളർച്ചയ്ക്ക് കുറേയധികം പള്ളികൾ അദ്ദേഹത്തിന് സ്ഥാപിക്കാനായിട്ട് സാധിച്ചു. മെത്രാപ്പൊലീത്തായുടെ പ്രവർത്തന ഫലമായി കല്ലുങ്കത്ര പള്ളി, ഇലന്തൂർ വലിയ പള്ളി, വീയപുരം എരതോട് പള്ളി, വെങ്ങോലപ്പള്ളി, പാമ്പാക്കുട വലിയ പള്ളി തുടങ്ങിയ പള്ളികളെല്ലാം അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി പണി പൂർത്തീകരിച്ച് മലങ്കര സഭയ്ക്ക് ലഭ്യമായിട്ടുള്ള ദേവാലയങ്ങളാണ്. ദിവനാശ്വാസ മെത്രാപ്പൊലീത്തയുടെ കാലഘട്ടത്തെ കുറിച്ച് 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, അദ്ദേഹം പ്രത്യേകമായി സ്ഥാനമേൽക്കുന്ന ഒരു സാഹചര്യം. പകലോമറ്റം കുടുംബത്തിൽ നിന്നുള്ള ഒരു മെത്രാപ്പൊലീത്തയായി സ്ഥാനമേറ്റു വരുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം മെത്രാപ്പൊലീത്ത ആകുന്നതിന് മുമ്പ് തന്നെ ഈ ഇടവക വികാരിയായിരിക്കുമ്പോൾ തന്നെ മലങ്കര സഭയുടെ കാര്യങ്ങളിൽ ഭംഗിയായി ഇടപെടുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. മിഷണറിമാരുമായിട്ട് നല്ല സഹകരണത്തിൽ പോകുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. മിഷണറിമാരുമായിട്ടുള്ള സഹകരണത്തിൽ മലങ്കര സഭയ്ക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഈ മെത്രാപ്പൊലീത്തായ്ക്ക് സാധിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പുലിക്കോട്ട് പുന്നത്ര ദിവനാശ്വാസ മെത്രാപ്പൊലീത്ത പുലിക്കോട്ട് ദിവനാശ്വാസ മെത്രാപ്പൊലീത്തയുടെ പിൻഗാമിയായിട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് മലങ്കര സഭയുടെ എല്ലാ കാര്യങ്ങളിലും തെക്കും വടക്കും ഒക്കെ ഉള്ളതായ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി പറയുവാനായിട്ട് സാധിക്കും. 1825 ഇടവം 5-ാം തീയതി അപ്രതീക്ഷിതമായുണ്ടായ രോഗം മൂലം അദ്ദേഹം പരലോകപ്രാപ്തനാവുകയും സ്വന്തം ഇടവകയായ കോട്ടയം ചെറിയ പള്ളിയിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തോട് ധാരാളം അടുത്ത് പരിചയിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് പട്ടമേൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു പട്ടക്കാരൻ ഒരു കയ്യെഴുത്ത് ഗ്രന്ഥത്തിൽ അദ്ദേഹത്തെ പറ്റി ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു. EM പീലിപ്പോസ് എഴുതുന്ന, അദ്ദേഹം ദയാലുവും സമുദായ സ്നേഹിയും രാജ്യാഭിമാനിയും തന്ത്രജ്ഞനും ദീനാനുകമ്പയുള്ളവനും പ്രാപഞ്ചീയ പ്രതാപങ്ങളിലും ധനത്തിലും ആഗ്രഹമില്ലാത്തവനും ബാഹ്യമായ മിഷണറിമാരുടെ ഒരു മിത്രമെങ്കിലും ഹൃദയാന്തർഭാഗത്തുള്ള അവരുടെ ഉദ്ദേശങ്ങളെ പറ്റി സംശയമുള്ളവനുമായിരുന്നു. അദ്ദേഹം മാവേലിക്കര യോഗത്തിന് പോകുന്നതിന് മുമ്പ് ചെറിയ പള്ളിയിൽ പ്രവേശിച്ച് ദീർഘമായി പ്രാർത്ഥിക്കുകയും വള്ളത്തിൽ കയറിയ അവസരത്തിൽ സമീപത്തുണ്ടായിരുന്ന വിശ്വസ്തരായ സ്നേഹിതന്മാരോട്, ഞാനിപ്പോൾ ഒരു തിട്ടയിലാണ് നിൽക്കുന്നത്, നാളെ ഞാൻ ഒന്നുകിൽ സായിപ്പന്മാരോട് പിണങ്ങിപ്പിരിയുകയോ അല്ലാത്ത പക്ഷം എൻ്റെ സഭയെ ഒറ്റിക്കൊടുക്കുകയോ ചെയ്യണം. അവരുടെ ഉദ്ദേശം നമ്മുടെ വിശ്വാസം ഭേദപ്പെടുത്തണമെന്നുള്ളതാകുന്നു. എൻ്റെ മാനം നഷ്ടപ്പെട്ടാലും ഞാൻ വഞ്ചകനായി തീരുകയില്ല. അപകടം കൂടാതെ ഞാൻ ഈ ഭയങ്കര പരീക്ഷയിൽ കൂടി കടന്നു പോകുന്നതിന് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. ഇതായിരുന്നു ദിവനാശ്വാസ മെത്രാപ്പൊലീത്തായുടെ ആവശ്യവും ആഗ്രഹവും. അദ്ദേഹം പടകിൽ കയറിപ്പോയി. ദൈവം തമ്പുരാൻ അദ്ദേഹത്തോടു കൂടി ഉണ്ടായിരുന്നു. പിതാക്കന്മാരുടെ സഹായം, ജനങ്ങളുടെ പ്രാർത്ഥന അത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം ധന്യനായി സുന്നോദോസ് കഴിഞ്ഞു വരികയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ആകസ്മികമായി നിര്യാതനായി 48-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം നിര്യാതനാകുന്നത്. ഞാൻ പറഞ്ഞു, മിഷണറിമാരുമായിട്ടൊക്കെ നല്ല ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു. 1830 മലങ്കര മെത്ര അദ്ദേഹം 1825 കാലം ചെയ്തു. 25 കാലം ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ചേപ്പാട്ട് ദിവനാശ്വാസിനെ തെരഞ്ഞെടുക്കുന്നു. തൊഴിയൂര് പിലക്സിനോസ് തന്നെ വന്ന് ചുമതലയേൽക്കുന്നു. അദ്ദേഹം തന്നെ ചേപ്പാട്ട് ദിവനാശ്വാസിനെ വാഴിക്കുന്നു. ചേപ്പാട്ട് ദിവനാശ്വാസ് 1830 ഭരണം ഏറ്റെടുക്കുന്നു. അത് കഴിയുമ്പോൾ മിഷണറിമാരുമായിട്ടുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നു. 1836 മാവേലിക്കര സുന്നോദോസ് കൂടിയിട്ട് മിഷണറിമാരുമായിട്ടുള്ള ബന്ധം വേർപെടുകയാണ്. ഒരുപക്ഷെ
പുന്നത്ര ദിവനാശ്വാസ മെത്രാപ്പൊലീത്ത കുറെ കാലം കൂടെ ജീവനോടെ ഇരുന്നിരുന്നെങ്കിൽ മലങ്കര സഭയുടെ അവസ്ഥ വേറൊന്നാകുമായിരുന്നു. അതായത് മിഷണറിമാരുമായിട്ട് കൂടുതൽ സഹകരിക്കുകയും ഒന്നിച്ചു നിൽക്കുന്ന ഈ നവീകരണത്തിന്റെ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ സഭയ്ക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളായി, അദ്ദേഹത്തിന്റെ ഇടവകാംഗങ്ങളായി, അദ്ദേഹത്തെ അറിയുന്നവരായി, അദ്ദേഹത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിൽ വന്നു പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ദൈവാനുഗ്രഹമായി കണക്കാക്കുവാനായിട്ട് സാധിക്കണം. പുന്നത്ര ദിവനാശ്വാസ മെത്രാപ്പൊലീത്തയുടെ പ്രാർത്ഥന നമുക്കെന്നും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇത്ര നേരം ഞാൻ പറഞ്ഞത് കേട്ടിരുന്ന നിങ്ങളോടും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. മലങ്കര സഭയുടെ ചരിത്രത്തിലെ അതിപ്രശ്ന കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയത്. ആ കാലഘട്ടത്തെ ഭംഗിയായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രത്യേകമായി വികാരി അച്ഛനോടും സഹവികാരിമാരോടും പള്ളിയുടെ ചുമതലക്കാരോടും പുന്നത്ര കുടുംബാംഗങ്ങളായിട്ടുള്ള ആളുകളോടും എല്ലാവരോടും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.